ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്ത് വെക്കാം. പുറകെ പറയാൻ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മിയുടെ ഫ്രഷ് മെയ്ഡ് ഉപ്പുമാവ് റവ ഡബിൾ റോസ്റ്റഡ് ആണ്. ശേഷം ഒരു ഉരുളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കടുക് ആഡ് ചെയ്യാം, കറിവേപ്പില ആഡ് ചെയ്യാം, വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും, ചെറിയ ഉള്ളി ഗ്രേറ്റ് ചെയ്തതും, പച്ചമുളകും ഗ്രേറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് സോൾട്ട് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള നമുക്ക് എത്രയാണോ ആവശ്യം അത്രയുള്ള വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ശേഷം നമ്മുടെ അജ്മിയുടെ ഡബിൾ റോസ്റ്റഡ് റവ എന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ നമുക്കൊന്ന് നമ്മുടെ ഉപ്പുമാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനലി ഇത് നമ്മുടെ ഉപ്പുമാവ് ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് തേങ്ങ തിരികിയതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേഴ്സണലി എനിക്ക് സേമിയ ഉപ്പുമാവിനെക്കാളും റവ ഉപ്പുമാവാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് സച്ചോറിന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. സച്ചോറിനും ഇഷ്ടമാണ്. അപ്പോൾ കറിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സച്ചോറിന് കൊണ്ടുവേണ്ടതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വിത്ത് ഗ്രീൻ പീസ് കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.